നിർണായക തെരഞ്ഞെടുപ്പിൽ BJP പടുകൂറ്റൻ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷം തകർന്നടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നിർണായക തെരഞ്ഞെടുപ്പിൽ, അതായത് ഗുജറാത്തിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് ഇപ്പോൾ കോൺഗ്രസ് തരിപ്പണമായി മാറിയതും BJP തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയതും. വിശദമായി പറയുകയാണെങ്കിൽ, ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴും വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിസൾട്ട് അനുസരിച്ച് 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 13 എണ്ണത്തിലും BJP വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന് എല്ലാ സീറ്റും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയത്തിലേക്കാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. 2026 ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് BJP ഈ വമ്പൻ വിജയം നേടാനുള്ള ഒരുക്കത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭരണത്തിൻ്റെ 4 തലങ്ങളിലും വൻ ലീഡാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് തന്നെ. മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി നടന്ന ഫലങ്ങൾ സംസ്ഥാനത്തുടനീളം ഭരണകക്ഷിക്ക് അധികാരത്തിൻ്റെ ഗണ്യമായ ഏകീകരണത്തെ സൂചിപ്പിക്കുന്നതാണ്. 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള ഉയർന്ന മത്സരത്തിൽ ലഭ്യമായ 1044 സീറ്റുകളിൽ 800-ലധികം സീറ്റ് ഇപ്പോൾ ലീഡ് നേടി വിജയം കൈവരിച്ചിരിക്കുകയാണ് BJP ഇതിനകം തന്നെ ഇത്രയും സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. 65 സീറ്റുകളുമായിട്ട് കോൺഗ്രസ് വളരെയേറെ പിന്നിലാണ്. അതായത് 2ാം സ്ഥാനത്ത് 65 സീറ്റുകൾ മാത്രം നേടിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മറ്റു പാർട്ടികൾ 11 സീറ്റുകളാണ് നേടിയിരിക്കുന്നത് തന്നെ. 84 മുനിസിപ്പാലിറ്റികളിലും ആധിപത്യം ഒരുപോലെ ദൃശ്യമാണ്. അവിടെ ആകെയുള്ള 2030 സീറ്റുകളിൽ 1688 സീറ്റുകൾ BJP ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഭാഗത്തിൽ കോൺഗ്രസിന് ലഭിച്ചത് 389 സീറ്റുകളും മറ്റുള്ളവർക്ക് 138 സീറ്റുകളുമാണ്. ഗ്രാമീണ ജനവിധി ശക്തമായ ഭരണാനുകൂല തരംഗത്തെയും പ്രതിഫലിപ്പിക്കുന്നു. 1090 സീറ്റുകൾ ഉൾക്കൊള്ളുന്ന 34 ജില്ലാ പഞ്ചായത്തുകളിൽ BJP ഇതുവരെ 503 സീറ്റുകൾ നേടിയിരിക്കുന്നു എന്നതായി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നു. കോൺഗ്രസിന് 68ഉം മറ്റുള്ളവർക്ക് 21 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ 260 ഉപജില്ലാ താലൂക്ക് പഞ്ചായത്തുകളിലായി നടന്ന 5234 സീറ്റുകളിലേക്കുള്ള വമ്പിച്ച മത്സരത്തിൽ BJP ഇതിനോടകം തന്നെ, അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിസൾട്ട് പ്രകാരം BJP ഇതിനോടകം തന്നെ 2000 സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസും മറ്റ് ഗ്രൂപ്പുകളും നേടിയിരിക്കുന്ന ടോട്ടൽ സീറ്റ് കണക്ക് 468ഉം 256ഉം സീറ്റുകളാണ്. വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ഇനിയും അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുവരെ പുറത്തു വന്ന റിസൾട്ട് പ്രകാരം BJP ഒരു തൂത്തുവാരൽ വിജയമാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതിൽ തന്നെ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഇതിനോടകം തന്നെ 13ഉം BJP നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ താലൂക്ക് പഞ്ചായത്തിൽ BJP വ്യക്തമായ വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ്. അതായത് 32 സീറ്റുകളിൽ 31 എണ്ണവും BJP നേടിയിരിക്കുന്നു. ബാക്കിയുള്ള സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാ സീറ്റുകളിലും വ്യക്തമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് നിലവിൽ BJP നേടിയിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്, അല്ലെങ്കിൽ കനത്ത പ്രഹരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത വർഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് BJP തുടരെ ഈ ഒരു വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത വർഷം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരാനായിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിൻ്റെ സെമി ഫൈനലായിട്ട് കാണേണ്ട ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ BJP വ്യക്തമായിട്ടുള്ള ആധിപത്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയൊരു തിരിച്ചടിയിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പോയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്.